ഒന്ന് റിലീസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു സിനിമയുണ്ട്. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഇനി തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയില്ലാത്ത ആ പഴയ ലോകം ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ബിഗ് സ്ക്രീനിൽ 1.5 മണിക്കൂർ ഒന്നുകൂടി കാണണം. കൂട്ടത്തിൽ വല്യച്ഛനെയും വല്യമ്മേനെയും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യണം. വല്യച്ഛനും വല്യമ്മ ആരാന്നല്ലേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു റൊമാൻറ്റിക് സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന നായിക ഓർ നായകൻ, അല്ലെങ്കിൽ വേണ്ട റൊമാൻസ് വിട്ടേക്ക്, സാധാരണ ഒരു സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന നായിക ഓർ നായകൻ എങ്ങനെയിരിക്കും? ആ ഇമേജ് എങ്ങനെയാണ്? എൻ്റെ മനസ്സിൽ അവരിതാ ഇങ്ങനെ ഇരിക്കും. എൻ്റെ വർത്താനമൊക്കെ കേട്ടിട്ട് ഭയങ്കര ഗംഭീര കിടിലൻ വേറെ റേഞ്ച് പടം അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. അങ്ങനെയല്ല അതിനെ പെർസീവ് ചെയ്യേണ്ടത്. മനസ്സ് നിറഞ്ഞ് ഒരു ചെറു പുഞ്ചിരിയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന 2000-ൽ ഇറങ്ങിയ ഒരു ചിത്രം, ഒരു ചെറു പുഞ്ചിരി. പൊതുവെ വൃദ്ധ ദമ്പതികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു വൾണറബിൾ ആയിട്ടുള്ള ഇമേജ് അല്ലേ? അതുപോലെ തന്നെ റൊമാൻറ്റിക് കപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ വിഷ്വലൈസ് ചെയ്യാറ് ഭയങ്കര സൂപ്പർ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു കപ്പിളായിരിക്കും. അങ്ങനെയുള്ള ചട്ടക്കൂടുകളൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് 74 വയസ്സുള്ള കൃഷ്ണക്കുറുപ്പിൻ്റെയും 60 സംതിങ് ഉള്ള അമ്മാളുകുട്ടി അമ്മയുടെയും 49 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലെ ഒരു ലവ് സ്റ്റോറി മലയാളികളുടെ ഇടയിലേക്ക് എത്തുന്നത്.